ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു, ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ? എന്താ രാമേന്ദ്ര പ്രശ്നം? നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മേക്കപ്പ് മാന്റെ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ആ സിനിമ നമുക്ക് കിട്ടണതെന്നാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം എന്താ പ്രശ്നം? റിമ കല്ലിങ്കൽ, ആഷിഖ് അബു എന്നിവർക്കെതിരെയുള്ള ലഹരി പാർട്ടി പരാതിയിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. അതാണോ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ഗായിക സുചിത്രയുടെ ആരോപണത്തിൽ റിമ കല്ലിങ്കലിനെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ പോസ്റ്റുകൾ നമ്മൾ കണ്ടിരുന്നു. ഗായിക സുചിത്രയാണ് ആഷിഖ് അബുവിനും റിമ കല്ലിങ്കലിനുമെതിരെ ആരോപണം ഉന്നയിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആരോടും പറയരുത്. അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞത്? അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അവരൊരു ഊമക്കത്ത് പോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത്. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്നാൽ ഇപ്പോൾ സുചിത്രയുടെ ആരോപണത്തിനെതിരെ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് നടി റിമ കല്ലിങ്കൽ. ഉളുപ്പുണ്ടോ? മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട റിമ നോട്ടീസ് അയച്ചു. അരിയും തിന്ന് ആശാച്ചിനും കഴിച്ച് പിന്നെ നായ്ക്ക് ഞാൻ മുറുമുറുപ്പ്. എനിക്ക് ഇതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് കാരണം നമ്മളല്ല ഇതൊന്നും പറഞ്ഞിട്ടുള്ളത്, വേറെ ആളുകളാണ്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ആഷിഖ് അബുവിനും റീമ കല്ലിങ്കലിനും എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അതീവ ഗൗരവതരമായിട്ടുള്ളതാണ്. നിരവധി പെൺകുട്ടികളെ ഈ മയക്കുമരുന്ന് പാർട്ടിയുടെ മറവിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഒരുപാട് ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ. കൊച്ചി മയക്കുമരുന്ന് കേസുമായി ബന്ധമില്ലെന്ന് സംവിധായകൻ ആഷിഖ് അബു. എന്ത് പാടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും? അവിടെ കഫേ തുറന്നാണ് വെച്ചിട്ടുള്ളത്, ആർക്കും വന്ന് നോക്കാലോ. എന്റെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്, മനസ്സിലായോ? ഞാൻ 10 വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത്. എനിക്ക് 16ാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത്. ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ എനിക്ക് നിന്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. അത് നന്നായി. അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല. തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം എവിടെയും ഉണ്ടാകാം. ട്രെയിനിലുണ്ടാകാം, ബസ്സിലുണ്ടാകാം. എനിക്ക് തോന്നി ആ ഇടത്തെല്ലാം നമ്മളെ ആരോ സംരക്ഷിക്കാൻ വരുമെന്ന് ഒരു സ്ത്രീയും കരുതരുത്. ഇപ്പൊ മനസ്സിലായാന്ന്. ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവാലോ. ഇത് യാതൊരു ജില്ല.